Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. രൂക്ഷമായ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി ചുങ്കത്ര പഞ്ചായത്തിലെ അമ്പലപ്പൊയിൽ നിവാസികൾ. വർഷങ്ങളായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് അടുത്തിടെയാണ് കാട്ടാന ശല്യം രൂക്ഷമാകുന്നത്. പകൽ സമയങ്ങളിൽ പോലും പൂച്ചക്കുത്ത് വനത്തിൽ നിന്നും ഒറ്റയായും കൂട്ടമായും എത്തുന്ന കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തുകയാണ്. ശനിയാഴ്ച രാത്രി 11ഓടെ കാടിറങ്ങിയെത്തിയ ആനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിൽ വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. അമ്പലപ്പൊയിലെ കാവനാൽ ശശിധരൻ, കെ.ജി. രാജേന്ദ്രൻ, പി.ആർ. സുഭാഷ് എന്നിവരുടെ കൃഷിയിടങ്ങളിലെ തെങ്ങ്, കമുങ്ങ്, വാഴ എന്നിവയെല്ലാം വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. ജനവാസ കേന്ദ്രത്തിലെത്തിയ കുട്ടി ഉൾപ്പെടെയുള്ള കാട്ടാനകൾ ചിഹ്നം വിളിച്ചും കൃഷി നശിപ്പിച്ചും ഏറെ നേരം ഭീതി പരത്തി. ഒടുവിൽ 12 മണിയോടെ നാട്ടുകാർ ബഹളം വെച്ചും മറ്റുമാണ് ആനകളെ കാടുകയറ്റിയത്. കാട്ടാന ശല്യം ചെറുക്കാൻ വനാതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി. അറ്റകുറ്റപ്പണി നടത്തി വേലി പ്രവർത്തന സജ്ജമാക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കൃഷിയിടങ്ങൾക്ക് ചുറ്റും കർഷകർ സ്വന്തം നിലയ്ക്ക് സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് ഇപ്പോൾ കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. രാപ്പകൽ ഭേദമില്ലാതെ വനാതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ ഭയന്ന് ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ജോലിയെടുക്കാൻ ബുദ്ധിമുട്ടനുഭവിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്ത് പോലും ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ കിടന്നിറങ്ങുമ്പോൾ പോലും ഉള്ള ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ കൃഷിയുള്ളത് ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഇതെല്ലാം നശിച്ചു പോവാണ്. ആന വന്നിട്ട് ഇത് മുഴുവൻ നശിപ്പിക്കും. ദിവസവും സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുകയാണ് ഞങ്ങളത്. നിരന്തരമായിട്ടുള്ള ഇതിങ്ങനെ നശിപ്പിച്ചു കൊടുക്കുക. അത് കണ്ടോ, അത് തെങ്ങാണ്. ഇത് അടിച്ചു പൊളിച്ച് ഈ വാഴയൊക്കെ നശിപ്പിച്ചു. ഇപ്പൊ ഞങ്ങൾ ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന കൃഷികളാണ്. ഇതിപ്പോ ഒരു ദിവസമോ 2 ദിവസമല്ലോ 2 വർഷമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്നും ഒക്കെ ആയിട്ട് കിട്ടണം. ഇതിപ്പോ ഇതുമല്ല, ഇതിന്റെ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അമ്പലപ്പുഴ നിരന്തരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീടിന്റെ മുന്നിൽ കൂടെയാണ് ഇപ്പൊ ഇത് വന്നത്. സന്ധ്യയായാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. കാട്ടാന ശല്യം ചെറുക്കുന്നതിന് ശക്തമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. കൃഷിനാശം നേരിട്ട പ്രദേശം കാഞ്ഞിരപ്പുഴ സെക്ഷനിലെ വനപാലക സംഘം സന്ദർശിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.